ആര്യകഞ്ഞി പഴങ്കഞ്ഞി എന്ന് മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെയാണിപ്പോൾ JDSൻ്റെ അവസ്ഥ. JDS എന്നല്ല, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്നാണല്ലോ പുതിയ പേര്. പേരൊക്കെ ബഹുകേമമാണ്. മുമ്പും പേരിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പേര് പറയുമ്പോൾ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേവഗൗഡയുടെ പാർട്ടിയുമാണ്. പക്ഷേ ഇപ്പോൾ ആ പ്രതാപമൊന്നുമില്ല. ദേശീയ പാർട്ടി എന്ന പഴയ തഴമ്പ് മാത്രം ബാക്കിയുണ്ടെന്ന് പറയാം. ദേശീയ അധ്യക്ഷൻ ദേവഗൗഡയാണെങ്കിൽ സ്വന്തം ചെറുമകനും മുൻ MP-യുമായ പ്രജ്വൽ രേവണ്ണ പ്രതിയായ ബാംഗ്ലൂരു ബലാത്സംഗ കേസിലൂടെ ആകെ നാണം കെട്ട് തലപൊന്തിക്കാനാവാതെ നിൽക്കുന്ന അവസ്ഥയിലുമാണ്. ചെറിയ കുറ്റമൊന്നുമല്ല, 48കാരിയെ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല, ബ്ലൂ ഫിലിം എടുത്തു എന്നതുമാണ് കുറ്റം. ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിലാണ്. മകൻ കുമാരസ്വാമിക്കാണെങ്കിൽ അതൊന്നും വലിയ പ്രശ്നമല്ല. കുന്നത്ര കുളം കണ്ടു എന്ന് പറഞ്ഞു പോലെയാണ് മൂപ്പരുടെ അവസ്ഥ. ആരെ പിടിച്ചിട്ടാണെങ്കിലും മൂപ്പർക്ക് മുഖ്യമന്ത്രിയായാൽ മതി. പണ്ടത്തെ ദേവഗൗഡയല്ല ഇപ്പോഴത്തെ ദേവഗൗഡ. അദ്ദേഹം തികഞ്ഞ സോഷ്യലിസ്റ്റായിരുന്നു. ചരിത്രം പറയുമ്പോൾ 1999 രൂപീകൃതമായ ഈ പാർട്ടിയുടെ ഉത്ഭവം അന്നല്ല, 1977 കോൺഗ്രസ് പാർട്ടിയെ എതിർക്കുക എന്ന അജണ്ടയുമായി നിരവധി ചെറിയ പാർട്ടികളുടെ ഒരു സഖ്യമായി സ്ഥാപിതമായ ജനതാ പീപ്പിൾസ് പാർട്ടി എന്നാണ്. 1988 ജനതാ പാർട്ടിയും മറ്റ് ചെറിയ പാർട്ടികളും ലയിച്ച് ജനതാദൾ രൂപീകരിക്കുന്നത്. 8 വർഷത്തിനുള്ളിൽ തന്നെ ദേവഗൗഡയ്ക്ക് യുണൈറ്റഡ് ഫ്രണ്ട് എന്ന ഒരു സഖ്യ സർക്കാർ കേന്ദ്രത്തിൽ രൂപീകരിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പ്രധാനമന്ത്രിയുമായി 1996 ജൂണിൽ. പക്ഷേ 99 BJP നയിക്കുന്ന NDA സർക്കാരുമായി പാർട്ടി സഖ്യമുണ്ടാക്കുന്നതിന് ചൊല്ലി ജനതാദളിൽ വലിയ പിളർപ്പുണ്ടായി. NDAയിൽ ചേരുന്നതിനെ എതിർത്ത ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു ദേവഗൗഡ. അങ്ങനെയാണ് ആ വിഭാഗം ജനതാദൾ സെക്യുലർ അല്ലെങ്കിൽ JDS എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. മറ്റുള്ളവർ ജനതാദൾ യുണൈറ്റഡ് അല്ലെങ്കിൽ JDU എന്ന പാർട്ടിയും രൂപീകരിച്ചു. അവർ NDAയുടെ ഭാഗവുമായി. അത് ചരിത്രം. അന്ന് BJP ദേവഗൗഡയ്ക്ക് തൊട്ടുകൂടാത്ത പാർട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 93 വയസ്സായി. പഴയ പ്രതാപമില്ല. ശരിക്കും പറഞ്ഞാൽ അത്തും പിത്തുമാണ്. മകൻ കുമാരസ്വാമി ആണെങ്കിൽ അദ്ദേഹമാണ് കാര്യക്കാരൻ, അതാണെങ്കിലോ കാഞ്ഞ പുള്ളിയുമാണ്. മൂപ്പർക്ക് ഇപ്പോൾ കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനമുണ്ട്. അതെന്തെങ്കിലും ആകട്ടെ, JDS കേരള ഘടകം നേതാക്കൾക്ക് വൈകിയുദിച്ച ബുദ്ധി എന്നേ ഇതിനെ ഇപ്പോൾ പറയാൻ പറ്റൂ. 2021 ജനുവരിയിലെ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷേ JDSലെ ആദ്യ പിളർപ്പ് തടയാമായിരുന്നു. ജനറൽ സെക്രട്ടറി ജോർജ് തോമസിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം പോകുന്നത് തടഞ്ഞു നിർത്താമായിരുന്നു. ദേവഗൗഡയുടെ BJP അനുകൂല നിലപാടിൽ പ്രതിഷേധിച്ചാണ് ജോർജ് തോമസ് പുറത്തു പോയതെങ്കിലും വാസ്തവത്തിൽ തനിക്ക് അർഹതപ്പെട്ട അവസരങ്ങളൊന്നും കിട്ടിയില്ല എന്ന പ്രതിഷേധത്തിലാണ് മൂപ്പരും കൂട്ടരും തെറ്റിപ്പിളർന്ന് UDFിലെത്തിയതെന്ന് വേറെ കാര്യം. ഏതായാലും ഇപ്പോഴെടുത്ത തീരുമാനം JDS നേരത്തെ എടുത്തിരുന്നെങ്കിൽ ജോർജ് തോമസിന് JDS BJPയുടെ ഒപ്പം പോയ കാരണത്താൽ തെറ്റിപ്പോന്നു എന്ന ന്യായമായ അവകാശവാദം ഉന്നയിക്കാൻ കഴിയാതിരിക്കുകയെങ്കിലും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ LDFിൻ്റെ അന്ത്യശാസനം ഭയന്നാണ് അവർ JDS വിട്ടത്. ഏതായാലും കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് കിട്ടിയുമില്ല എന്ന അവസ്ഥയിലാണ് കേരള ഘടകം ഇപ്പോൾ. ഒരു വിഭാഗം ഇപ്പോൾ ഇതാ NDAയിലേക്ക് പോയി. അവർക്ക് വലിയ വലിയ ഓഫറുകളൊക്കെ അവിടെ നിന്ന് കിട്ടി എന്നാണ് കേട്ടുകേൾവി. ഇനിയിപ്പോൾ പുതിയ പാർട്ടിക്കൊരു സംസ്ഥാന സമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ കുറേ ചെലവ് കുറഞ്ഞു കിട്ടും എന്നൊരു സൗകര്യമുണ്ട്. കാരണം ഇനി ഓരോ മണ്ഡലത്തിൽ നിന്നും സംസ്ഥാന സമ്മേളനങ്ങൾക്ക് പ്രതിനിധികളെ അയക്കുമ്പോൾ ഏതായാലും ബസ്സും വാനും ഒന്നും ഏൽപ്പിക്കേണ്ടി വരില്ല. ഓരോ മണ്ഡലത്തിൽ നിന്നും ഒരു ഓട്ടോറിക്ഷയിൽ നിറയുന്ന അത്രയും പ്രതിനിധികളെങ്കിലും കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം. നിലവിലിപ്പോൾ പുതിയ പാർട്ടിക്ക് നിയമസഭയിൽ 4 സീറ്റുകളുണ്ട്, ഒരു മന്ത്രിയുമുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താനാവുമോ എന്ന കാര്യം കണ്ടറിയണം. എൻ്റെ അഭിപ്രായത്തിൽ സാധ്യത വളരെ കുറവാണ്. ഏതായാലും പുതുതായി രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ പാർട്ടിക്ക് എല്ലാ ഭാഗങ്ങളും ഓൾ ദി ബെസ്റ്റ്. വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.